മമ്മൂക്കയെ കണ്ടതും ഹോർത്തൂസിന്റെ മറ്റു ചില കാഴ്ചകളും നാളെ തന്നെ അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഹോർത്തൂസും കഴിഞ്ഞ് അതിന്റെ കലാശക്കൊട്ടും കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്ത് പറയാനാ, ജീവിതത്തിലെ കുറച്ച് തിരക്കിന്റെ ഇടയിൽപ്പെട്ട് വിചാരിച്ച പോലെ അപ്ലോഡിങ് നടന്നില്ല. നിങ്ങളിൽ ചിലരെങ്കിലും നേരിട്ടോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഹോർത്തൂസിന്റെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ പെട്ടെന്ന് നടന്നുപോയ ആളാരാന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ആൻഡ് വീഡിയോയിൽ കണ്ട പോലെ ഞങ്ങളും മമ്മൂക്കയെ കണ്ടു. അങ്ങനെ മമ്മൂക്കയെ കണ്ടതിന് ശേഷം ഞങ്ങൾ പാർക്കിൽ നടക്കുന്ന മറ്റ് ഇവന്റ്സ് കാണാനായിട്ട് പോയി. രാവിലെ വന്നപ്പോൾ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളല്ലോ. നൈറ്റ് ആയപ്പോൾ എല്ലാം നല്ല ഉഷാറായി. M4 മാരി, റേഡിയോ മാംഗോ അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഇവന്റ് ഉണ്ടായിരുന്നു. റേഡിയോ മാംഗോന്റെ ഇവന്റ് കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ ഒരു ചെറിയ എക്സിബിഷൻ ഹാളിലേക്കായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ചുമരിൽ തൂക്കിയതൊന്നും കാര്യമായിട്ട് വായിച്ചില്ലെങ്കിലും എല്ലാത്തിന്റെയും ഭംഗിയൊന്ന് ആസ്വദിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു പസിൽ ചലഞ്ച് ഉണ്ടായിരുന്നു ബൈ മഴവിൽ മനോരമ ടീം. അവിടെ നിന്ന് ചേട്ടൻ ഗായത്രിക്ക് ഗെയിമൊക്കെ പറഞ്ഞു കൊടുത്ത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കി. പക്ഷെ അവൾ ഒരു താല്പര്യവും കാണിച്ചില്ല. മീൻവൈൽ ഞാനും നിശയും തൊട്ടടുത്തുള്ള ഒരു ചിരി ബമ്പർ ചിരി ഫ്ലെക്സ് ബോർഡിന്റെ ഇടയിൽ കൂടിയൊക്കെ തലയിട്ട് ഗ്രീൻ ലൈറ്റ് ഒക്കെ നോക്കിയിരുന്നു. പിന്നെ അവിടെ പോളറോയിഡ് ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. യു ക്യാൻ ഗെറ്റ് യുവർ ഓൺ പോളറോയിഡ് ഫോട്ടോ. ഇനി കിട്ടില്ല, കാരണം ഇവന്റ് കഴിഞ്ഞല്ലോ. ഇത് M4 മാരി. അവിടെ നിന്ന് അങ്ങോട്ട് ഞാനും ഗായത്രിയും മാത്രമായി. നിഷ ടാറ്റ ബൈ ബൈ ഫ്ലൈങ് കിസ് ഒക്കെ തന്ന് വീട്ടിലേക്കും പോയി. പിന്നെ അവൾ ഇത്ര നേരം അങ്ങനെ നിഷ പോയ എൻ്റെ വിഷമത്തിൽ നടന്ന് ചെന്നപ്പോഴാണ് ഞങ്ങളൊരു ചിൽഡ്രൻസ് പവലിയൻ കണ്ടത്. അത് കണ്ടതും ഞങ്ങളും കൗതുകത്തോടെ ഓടിച്ചെന്നെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. നമ്മുടെ ബാലരമ്മയിലുള്ള കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൂക്കിയിട്ടേക്കുന്നു. പിന്നെ 2-3 പേര് അതിന്റെ ഒക്കെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. അവിടെ അത്ര ഉണ്ടായുള്ളൂ എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പിന്നെ മുന്നോട്ട് നടന്നു. ഈ എക്സിബിഷനും ചിൽഡ്രൻസ് പവലിയനും ബാക്കി ഇവന്റ്സ് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നതാണെങ്കിലും പുസ്തകശാല ഞങ്ങളുടെ പ്ലാൻസിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഞങ്ങളത് കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി എനിക്ക് തോന്നുന്നു പുസ്തകശാലയായിരുന്നു എന്ന്. ഒരുപാട് കളക്ഷൻ ഓഫ് ബുക്സ് അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും തിരക്കും പുസ്തകശാലയിൽ തന്നെയായിരുന്നു കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ആ ബുക്ക് ആരെല്ലാം വായിച്ചിട്ടുണ്ടോ? അതിന്റെ 2ാമത്തെ എഡിഷൻ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. ഈ ബുക്ക് കുറച്ച് പോപ്പുലർ ആയതുകൊണ്ടാണ് ഈ ബുക്കിനെ പറ്റി പറഞ്ഞത്. എനിക്കിഷ്ടമുള്ള സ്ഥിരം ഹൊറർ ജോണറിന്റെ പുറകെയായിരുന്നു. ബട്ട് ഞാനൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഗായത്രി ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന പുസ്തകം പർച്ചേസ് ചെയ്തു. അങ്ങനെ വി ഡിസൈഡഡ് ടു ഹെഡ് ബാക്ക്. അപ്പോഴാണ് ഈ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൈൻ സ്റ്റോർ കണ്ണിപ്പെട്ടത്. ഞങ്ങൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് 2 സ്ട്രോബെറീസ് വാങ്ങി. ആൻഡ് ഇറ്റ് വാസ് സോ യം. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ വന്നെങ്കിലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.